ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. കെ രമയെ പിന്തുണച്ച് സർക്കാരിന് VS അച്യുതാനന്ദന്റെ കത്തയച്ചത് VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാകാമെന്ന് പിണറായി വിജയൻ. കത്തയച്ചത് താൻ തന്നെയെന്ന് VSന്റെ സ്ഥിരീകരണം. അങ്ങനെയൊന്നും പറയാനില്ല. അഭിപ്രായങ്ങൾ കാച്ചുവിടുകയാണ്. കത്തയച്ചത് പാർട്ടി വിരുദ്ധമാണോ എന്ന് പാർട്ടി പരിശോധിച്ചോളുമെന്ന് VS. CBI അന്വേഷണം തത്വത്തിൽ തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം കൂടി പരിഗണിച്ചെന്ന് ആഭ്യന്തരമന്ത്രി. കെ രമ നിരാഹാര സമരം അവസാനിപ്പിച്ചു. തീരുമാനം സർക്കാർ. TP കേസിൽ CBI അന്വേഷണം തത്വത്തിൽ അംഗീകരിച്ചതിനെ തുടർന്ന് സമരം വിജയമെന്ന് RMP. CBI അന്വേഷണം സംബന്ധിച്ച് മന്ത്രിസഭാംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കം. രമയുടെ പരാതി വിശദമായി അന്വേഷിക്കാൻ TP വധത്തിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ തീരുമാനം. കടൽക്കൊലക്കേസിൽ സർക്കാർ മലക്കം മറിഞ്ഞു. ഇറ്റാലിയൻ നാവികരെ വധശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഒഴിവാക്കി വിചാരണ നടത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഹാരിസണിനെതിരെ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് നടപടി തുടങ്ങി. ഹാരിസൺ 60,000 ഏക്കർ വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്തുവെന്ന് സർക്കാർ. ഓക്ലൻഡ് ടെസ്റ്റിൽ ഇന്ത്യ ഫോളോ ഓൺ ഭീഷണിയിൽ. 130 റൺസിനിടെ 4 വിക്കറ്റുകൾ നഷ്ടമായി. രോഹിത് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. മക്കല്ലത്തിന്റെ ഇരട്ട സെഞ്ചുറിയുടെ ബലത്തിൽ ന്യൂസിലാൻഡിന് കൂറ്റൻ സ്കോർ. CBI അന്വേഷണം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതിനെ തുടർന്ന് കെ രമ നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചു. സമരം വിജയമാണെന്ന് RMP നേതാവ് N. വേണു പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഫെബ്രുവരി 3 മുതലാണ് കെ രമ നിരാഹാര സമരം ആരംഭിച്ചത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CBI അന്വേഷണം എന്ന രമയുടെ ആവശ്യം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. തീരുമാനം വന്നതോടെ RMP നേതൃത്വം യോഗം ചേരുകയും നിരാഹാര സമരം പിൻവലിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് സമരപന്തലിലെത്തിയ N. വേണു സമരം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചു. സാങ്കേതികമായും നിയമപരമായും ഉള്ള നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം CBIക്ക് വിടുമെന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. BRP ഭാസ്കർ രമയ്ക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു. ഇത് രമയുടെ മാത്രം വിജയമല്ല, കേരളത്തിന്റെ മൊത്തം വിജയമാണെന്ന് രമയുടെ അച്ഛൻ പ്രതികരിച്ചു. ഒറ്റയ്ക്ക് രമയുടെ മാത്രം വ്യക്തിപരമായ വിജയമായി ഞാനിത് കാണുന്നില്ല. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ആകെ ഈ കാര്യത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണവും അതിനുള്ള ആത്മാർത്ഥവുമായ കാര്യങ്ങൾ കൊണ്ടാണ് വിജയിച്ചത്. തുടർന്ന് രമയെ ആശുപത്രിയിലേക്ക് മാറ്റി. CBI അന്വേഷണം പ്രഖ്യാപിച്ചതിൽ സന്തോഷിച്ച് RMP പ്രവർത്തകർ പ്രകടനം നടത്തി. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻമാരായ വിപിൻ ഗോപി, ഡാറ്റസ് എന്നിവർക്കൊപ്പം റിപ്പോർട്ടർമാർ മിഥില ബാലനും സഫീറ മടത്തിലും. CPM നേതൃത്വത്തിന്റെ താക്കീത് അവഗണിച്ച് കെ രമയെ പിന്തുണച്ച് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. രമയുടെ സമരത്തോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് പ്രതിഷേധാർഹമാണെന്നായിരുന്നു കത്തയച്ച കാര്യം VS തന്നെ സ്ഥിരീകരിച്ചതോടെ VSന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ് കത്തയച്ചതെന്ന പിണറായി വിജയന്റെ ആരോപണം പൊളിഞ്ഞു. TP വധഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന രമയുടെ ആവശ്യം പരിഗണിക്കാത്തത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ VS പറഞ്ഞത്. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിലും രാജ്യാന്തര ബന്ധമുള്ള കള്ളക്കടത്ത് സംഘവുമായി TPയുടെ കൊലയാളികൾക്കുള്ള ബന്ധം കൂടി പരിഗണിച്ചാൽ ഇത്തരമൊരു അന്വേഷണം അനിവാര്യമാണെന്ന് കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി കത്ത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി. എന്നാൽ കത്ത് പ്രതിപക്ഷ നേതാവ് അയച്ചതാകാനിടയില്ലെന്നായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ ആദ്യ പ്രതികരണം. VSന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരുടെ മേലെ നടപടിയെടുത്ത് പുറത്താക്കിയിരുന്നു. അവരുടെ കയ്യിൽ വല്ല ലെറ്റർ പേഡും ഉണ്ടായി. ഈ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിഷേധം അവരുടെ ഭാഗത്ത് വന്നപ്പോൾ അവർ ഉത്തരവാദപ്പെട്ടവരാണ്. ആ നിഷേധം VSന്റെ അറിവില്ലാതെ വരില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെയൊരു നിഷേധം വന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു കത്ത് കൊടുത്തു എന്ന് UDFലെ ഉത്തരവാദപ്പെട്ടവർ പറയുകയും ചെയ്യുമ്പോൾ പിന്നെ ശങ്കിക്കേണ്ടത് ഇവരുടെ പങ്കിനെ പറ്റിയാണ്. ഇപ്പോൾ VSന്റെ കൂടെ ഇല്ലാത്തതും നേരത്തെ VSന്റെ കൂടെ ഉണ്ടായിരുന്നതും ഞങ്ങൾ നടപടിയുടെ ഭാഗമായി VSന്റെ കൂടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നതുമായ ചിലര് ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. അതേസമയം കത്തയച്ച കാര്യം VS അച്യുതാനന്ദൻ തന്നെ സ്ഥിരീകരിച്ചതോടെ പിണറായി വിജയന്റെ വാദം പൊളിഞ്ഞു. അതെല്ലാം പാർട്ടി ചർച്ച ചെയ്തോളൂ. നിങ്ങളുമായിട്ട് അതിനെപ്പറ്റി ഒന്നും അഭിപ്രായത്തിൽ പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊന്നും പറയാനിടയില്ല. നേരത്തെ TP ലാവ്ലിൻ വിഷയങ്ങളിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രതികരണങ്ങളുടെ പേരിൽ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും VSന് താക്കീത് നൽകിയിരുന്നു. സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന കേരള രക്ഷാ മാർച്ചിനിടെ പാർട്ടിയെ VS വീണ്ടും പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ VSും പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകാൻ ഈ കത്ത് വഴിവെക്കും. മീഡിയ 1 തിരുവനന്തപുരം.
തന്റെ സമരത്തിന് പിന്തുണ അറിയിച്ച് VS കത്തയച്ചത് TPK CBI അന്വേഷിക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്മാറില്ല എന്നതിന് തെളിവാണെന്ന് കെ രമ. അന്നും ഇന്നും VSന് ഒരേ നിലപാടേ ഉള്ളൂ എന്ന് ഈ കത്തിലൂടെ വ്യക്തമായെന്നും രമ പറഞ്ഞു. VS നേരത്തെ എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഇപ്പോഴും VS ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എത്ര പ്രമേയം എടുത്താലും അദ്ദേഹം എടുത്ത നിലപാടിൽ നിന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പുറകോട്ട് പോകാൻ VS തയ്യാറായിട്ടില്ല. CBI അന്വേഷണം തത്വത്തിൽ അംഗീകരിച്ച മന്ത്രിസഭായോഗ തീരുമാനത്തിന്റെ പൊരുളെന്ത്? അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ VS അച്യുതാനന്ദൻ CPMനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നു. ഈ വിഷയം സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ PM മനോജ് അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. RMP നേതാവ് KS ഹരിഹരനും കോൺഗ്രസ് നേതാവ് T ശരത്ചന്ദ്ര പ്രസാദും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം PM മനോജിലേക്ക്. ശ്രീ PM മനോജ്, ഇന്ന് മന്ത്രിസഭ എടുത്ത തീരുമാനം CBI അന്വേഷണമാകാം, അത് തത്വത്തിൽ അംഗീകരിക്കുന്നു എന്ന തീരുമാനമാണോ, അതോ അന്വേഷണം ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയതാണോ? ഏതാണ് CPMനെ പ്രതിരോധത്തിലാക്കുന്നത്? CPMനെ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രതിരോധത്തിലാക്കേണ്ട കാര്യമൊന്നും വന്നില്ല. ഇന്ന് രമയുടെ സമരം അത് അവസാനിച്ചു. അത് അവസാനിച്ചത് എന്തെങ്കിലും ഒരു പ്രത്യേക ഉറപ്പ് കിട്ടിയിട്ടാണ് എന്ന് പുറത്ത് നിന്ന് വളരെ നിഷ്പക്ഷമായി കാര്യങ്ങൾ നോക്കി കാണുന്ന ആർക്കും ബോധ്യപ്പെടുന്ന വസ്തുതയല്ല. എന്നാൽ ആ സമരം അവസാനിച്ചു. ആ സമരം അവസാനിച്ചത് വളരെ ദയനീയമാണ് അതല്ലെങ്കിൽ ആ സമരം ചീറ്റിപ്പോയ സമരമാണ് എന്ന് വ്യാപകമായ ആക്ഷേപവും പരിഹാസവും ഒക്കെ വരുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ തീർച്ചയായും അത് മറികടക്കാൻ VS അച്യുതാനന്ദൻ അയച്ചു എന്ന് പറയുന്ന കത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം. ആ കത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നതാണ് രമയുടെ സമരം അവസാനിപ്പിക്കണമെന്ന്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് VSും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു കത്ത് വരികയും ഈ കത്തിനെക്കുറിച്ച് വലിയ ചർച്ചയാക്കുകയും ചെയ്തപ്പോൾ രമയുടെ സമരത്തിൻ്റെ പരാജയം, അല്ലെങ്കിൽ ആ പാവം വിധവ എന്ന് പറയുമ്പോൾ ഹരിഹരൻ വല്ലാതെ രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ക്ഷോഭിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ ഇന്ന് രമ എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി വായിച്ചു നോക്കുമ്പോൾ അതിൽ പറയുന്നത് ഞാൻ TP ചന്ദ്രശേഖരൻ്റെ വിധവയാണ് എന്നാണ്. അതുകൊണ്ട് അവർ തന്നെ പറയുന്ന ഒരു വാക്ക് ഇനിയെങ്കിലും അദ്ദേഹം, അതുമാത്രമല്ല മറ്റെല്ലാ വ്യവഹാരങ്ങളിലും അത് പരാമർശിക്കപ്പെടുന്നു. അത് ഇനിയെങ്കിലും എൻ്റെ പ്രിയ സ്നേഹിതൻ ഹരിഹരൻ അക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് പിൻവലിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ രമ പറഞ്ഞ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനം വാങ്ങുന്ന പോലെയല്ല. ആദ്യം അല്പം കാശുണ്ട്, ആ കാശ് കൊണ്ടുപോയി കൊടുക്കുന്നു, പിന്നെ വീണ്ടും കാശ് കിട്ടുന്നു, അത് അപ്പോൾ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഏർപ്പാടല്ല ക്രിമിനൽ കേസ്. ഇപ്പോൾ 156 മറ്റോ പേജുള്ള ഒരു മൊഴി രമ കൊടുത്തതായിട്ടുണ്ട്. ആ മൊഴിയിൽ ഒരിടത്തും പറയാത്ത കാര്യങ്ങളാണ് എടച്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഊഹം വെച്ച് കേസ് എടുക്കണം, CBI അന്വേഷിക്കണം എന്നാണ് ആവശ്യം. അങ്ങനെ ഒരു ആവശ്യം നിയമപരമായി നിലനിൽക്കുന്നതല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വഴങ്ങുന്നതല്ല, ഇന്ത്യയിലെ ഒരു നിയമത്തിൻ്റെയും സാധൂകരണം അതിനില്ല എന്നാണ് CPIM തുടക്കം മുതലേ പറഞ്ഞത്. CPIMന് ഏതായാലും ഏതെങ്കിലും തരത്തിൽ CBI അന്വേഷണം വരുന്നതിന് ഭയമുണ്ട് എന്നാരും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, നിയമസഭയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വൻ സ്രാവുകളുടെ കഥ പറഞ്ഞപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ കൃത്യമായി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് അന്വേഷണം വളരെ കൃത്യമായി ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് എന്നാണ്. ആ ശരിയായ ദിശയിൽ നീങ്ങി പൂർത്തീകരിച്ച അന്വേഷണം ഇന്ന് വരെ ഇവരാരും തന്നെ ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഭരണകൂട ഭീകരത അത് CPIMന് നേരെ അതിശക്തമായി ഈ UDF ഗവൺമെൻറ് നടത്തി എന്ന ആക്ഷേപവും ശക്തമായ വിമർശനവും ഞങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇവരൊക്കെ ആ CPIM വേട്ടയാണ് ശരിയായ അന്വേഷണം എന്ന് പറഞ്ഞ് നടന്നവരാണ്. ഇവർക്കിപ്പോൾ അന്വേഷണം പോരാ, ഇനിയും അന്വേഷണം വേണം, ഞാൻ ചിലത് ഊഹിച്ചിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാടകം നടത്തി. ആ നാടകം ദയനീയമായി പരാജയപ്പെട്ടു. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതുപോലെ ഒരു വലിയ പ്രചാരണം നടത്തുന്നു, ഇത്ര ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്, വമ്പൻ സ്രാവുകളുണ്ട് എന്ന പ്രചാരണം നടക്കുന്നു, അതിലേക്ക് അന്വേഷണം നീളണം എന്ന ആവശ്യം വരുന്നു. അത്തരത്തിൽ തന്നെയുള്ള ഒരു പരാതിയാണ് KK രമ ഇപ്പോൾ CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്ന പരാതിയും. ആ പരാതിയിൽ അന്വേഷണം നടക്കേണ്ടതാണ് എന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെടുമ്പോൾ തീവ്രവാദ ബന്ധമുണ്ട്, വിദേശ ബന്ധമുണ്ട് ഈ കേസിൽ എന്ന് അദ്ദേഹം ആരോപിക്കുമ്പോൾ അത് CPMന് ചെറുതല്ലാത്ത തലവേദനയല്ലേ സൃഷ്ടിക്കുക?
അല്ല, VS ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അനവസരത്തിലുള്ളതും അനുചിതവും അനാവശ്യവുമാണ് എന്ന് CPIM VS അടക്കം അംഗമായിട്ടുള്ള CPIM സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയം നമ്മുടെ മുന്നിലുണ്ട്. അതുമാത്രമല്ല, CPIM കേന്ദ്ര നേതൃത്വം പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയുണ്ട്. അതുകൊണ്ട് തന്നെ VS ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതുകൊണ്ട് CPIM പ്രതിരോധത്തിലൊന്നും ആവാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ 2 ഘട്ടങ്ങൾ തൊട്ടടുത്ത 2 ഘട്ടങ്ങളിൽ വന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു പ്രത്യേക തരത്തിൽ, കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വാർത്ത വരുന്നു, അവർ കത്തുണ്ടെന്ന് പറയുന്നു, VSന്റെ പേഴ്സണൽ സ്റ്റാഫ് അത് നിഷേധിക്കുന്നു, പിന്നീട് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു, ഒടുവിൽ VS പറയുന്നു കത്തുണ്ടെന്ന്. പക്ഷേ ഇന്ന് പല മാധ്യമങ്ങളിലും കണ്ടൊരു വാർത്ത കത്തില്ല എന്ന് സഖാവ് പിണറായി വിജയൻ ആ പത്രസമ്മേളനത്തിൽ, കൊട്ടാരക്കര നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കത്തുണ്ടോ, അത് VS നിഷേധിച്ചിട്ടില്ലോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ VSനോട് പോയി ചോദിക്കൂ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. അതുപോലെ തന്നെ കത്ത് ഇല്ല എന്ന്, ഞങ്ങൾ അറിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ VSന്റെ പേഴ്സണൽ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദം തിരിച്ചുവിടാനും അതുപോലെ ഈ പരാജയം മറച്ചു വെക്കാനും ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടാവും. നേതാവ് KS ഹരിഹരനിലേക്ക്. ശ്രീ KS ഹരിഹരൻ, ഇവിടെ ആരോപിക്കപ്പെടുന്നത് പോലെ CBI അന്വേഷണം തത്വത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചെങ്കിൽ പോലും ആ അന്വേഷണം പ്രഖ്യാപിക്കപ്പെടും, അത്തരമൊരു അന്വേഷണം നടക്കും എന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഉറപ്പ് RMP നേതാക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രി ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പൊതുവായിട്ട് ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് പറയുന്നത് ഞങ്ങളിത് ഈ CBI അന്വേഷണം അംഗീകരിക്കുന്നു എന്നാണ്. അതിന് ചില സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, അതിനുള്ള സമയമെടുക്കും എന്നാണ് പറയുന്നത്. അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് ഉമ്മൻചാണ്ടി ആയാലും ശരി, ഇനി VS മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രി എന്നാലൊക്കെയാണ് അത് പറയുന്നത്. രണ്ടാമത്തെ PM മനോജ് എന്തിനാണ് ഇത്രയധികം തുള്ളുന്നത്? PM മനോജിൻ്റെ കൂടി ഉപദേശത്ത് പ്രവർത്തിക്കുന്ന കൈരളി പീപ്പിൾ ചാനൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം ഈ സമരം തീർന്നു, പൊളിഞ്ഞു പോയി എന്ന് വാർത്ത കൊടുത്ത ചാനലാണ്. ഞങ്ങളന്നേരം സമരം നടത്തിയിട്ടില്ല. PM മനോജ് അസോസിയേറ്റ് എഡിറ്ററായിരിക്കുന്ന ദേശാഭിമാനി പത്രത്തിൽ ഇന്നലത്തെ 1ാമത്തെ പേജിലെ വാർത്ത ഇന്നലെ ഈ സമരം അവസാനിക്കുന്നതാണ്, അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തോ നാടകം തിരക്കഥ നമുക്ക് ഒരു സ്ഥിരം പറയുന്ന കുറേ മാഞ്ഞാലി വർത്താനങ്ങളുണ്ട്, അതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അത് സമരം അവസാനിച്ചിട്ടില്ല. ഇന്നലെ ഇന്നും ദേശാഭിമാനി പത്രം ഞങ്ങൾ രമയ്ക്കെതിരെയും സമരത്തിനെതിരെ എഡിറ്റോറിയൽ എഴുതുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? PM മനോജിന് മര്യാദ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്, ഇന്നലെ ഞങ്ങൾ സമരം അവസാനിക്കുന്ന കൊടുത്ത വാർത്ത തെറ്റായിരുന്നു, ആ സമരം അവസാനിച്ചിട്ടില്ല, അത് ഇന്ന് കൊടുക്കുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള എനിക്ക് കാണിക്കേണ്ട, ഒരു പ്രസ്ഥാനത്തിൻ്റെ നാവിൻ്റെ ചുമതലക്കാരെന്നുള്ള എനിക്ക് കാണിക്കേണ്ട മിനിമം മര്യാദയാണ്. ഇത് എന്തായി ഇതിനകത്തുള്ള പ്രശ്നം? എടച്ചേരി പോലീസ് സ്റ്റേഷനിലൊരു കേസുണ്ട്, ചോമ്പാല പോലീസ് സ്റ്റേഷനിലൊരു കേസുണ്ട്. ആ കേസുകളിലേക്ക് വരാവുന്ന പുതിയ തെളിവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ പുതിയ തെളിവുകൾ വരുമ്പോൾ കേസുകൾ പുതിയ ഏജൻസികളിലേക്ക് പോകുന്നതിന് എന്തിനാണ് വേവലാതിപ്പെടുന്നത്? രമ നേരത്തെ കൊടുത്ത മൊഴി കൊടുക്കുന്ന സമയത്ത് വരാത്ത പുതിയ തെളിവുകളുണ്ട്. ഫയാസിൻ്റെ വരവുണ്ട്. VS അച്യുതാനന്ദൻ കത്ത് പറയുന്നുണ്ടല്ലോ. ഫയാസ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ കോഴിക്കോട് സബ് ജയിലിൽ പോയിട്ട് അവിടുത്തെ മോഹനമാഷടക്കവും കൊടിസൂനി അടക്കമുള്ളവരെ കണ്ടിരിക്കുന്നു. അയാൾ CPMൻ്റെ ആളല്ല. അയാൾ നെടുമ്പാശ്ശേരി വഴി കിലോ കണക്കിന് സ്വർണ്ണം കടത്തിയ കേസിൽ പ്രതിയാണ്. ജയിലിനകത്തുനിന്ന് 10,000 ടെലിഫോൺ കോളുകൾ കിർമാണി മനോജ് എന്ന് പറയുന്ന ഒരു പ്രതി വിളിച്ചിരിക്കുന്നു. പല സാക്ഷികളെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അത് ഒരു ഈ കേസിൻ്റെ സാങ്കേതികത്വം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വലിയ ഭരണഘടനാ വിദഗ്ധന്മാരായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം SRP വന്നിട്ട് പറയാം ഭരണഘടനയ്ക്കെതിരാണ്. SRP ആര്? അറ്റോർണി ജനറലാ? SRP ഭരണഘടന വായിച്ചിട്ടുണ്ടോ? കാര്യങ്ങൾ പറയുമ്പോൾ മിനിമം മര്യാദയും ഇവിടെ സർക്കാർ പ്രധാനമായി ഉന്നയിച്ച കാര്യം നിയമപരമായും സാങ്കേതികമായും ചില തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം ഉചിതമായ സമയത്ത് CBI അന്വേഷണം പ്രഖ്യാപിക്കും. അതിൻ്റെ സമയം ഇപ്പോൾ പറയാനാകില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തൊക്കെയാണ് നിയമപരമായ തടസ്സങ്ങൾ എന്ന് RMPയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് സാങ്കേതികമായ തടസ്സങ്ങൾ? ചോദ്യം ആരോടാണ്? KS ഹരിഹരൻ, താങ്കളോടാണ് ചോദ്യം. ചോദ്യം ഒന്ന് വിശദീകരിക്കും. ശ്രീ KS ഹരിഹരൻ, ഇവിടെ സർക്കാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് കേസ് CBI അന്വേഷണത്തിന് കൈമാറുന്നതിന് നിയമപരമായും സാങ്കേതികമായും ചില തടസ്സങ്ങളുണ്ട് എന്നാണ്. നിയമപരമായ തടസ്സങ്ങൾ എന്തൊക്കെ എന്ന് RMPയെ സർക്കാർ അറിയിച്ചിട്ടുണ്ടോ? സാങ്കേതികമായ തടസ്സങ്ങൾ എന്തൊക്കെ എന്ന് RMPയോട് സർക്കാർ വിവരം കൈമാറിയിട്ടുണ്ടോ? അല്ല, നിയമപരമായും സാങ്കേതികം തടസ്സം ഉണ്ടെങ്കിൽ അത് CBIക്ക് വിടുന്നു പറയില്ലല്ലോ. അവർക്ക് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സമയം ആവശ്യമുണ്ട് എന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ആ സമയം അതിനെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങൾക്കൊരൊറ്റ അജണ്ടയുള്ളത് അത് ഈ കേസിലെ വമ്പൻ സ്രാവുകൾ അറസ്റ്റിലായേ പറ്റൂ. ചന്ദ്രശേഖരൻ്റെ കൊലപാതക കേസ് വന്നപ്പോൾ ഈ PM മനോജൊക്കെ പറഞ്ഞല്ലോ അവിടെ എന്തായിരുന്നു അവരുടെ നിലപാട്? CPMന് അതിൽ പങ്കില്ല എന്നല്ലേ.
ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർ CPM കാരുണ്ടല്ലോ, CPM നേതാക്കളുണ്ടല്ലോ. എന്തിന് CPM ആയിട്ട് ബന്ധമില്ലാന്ന് പറഞ്ഞ കൊടിസുനിയുടെ കുടുംബത്തെ അടക്കം പാർട്ടി അവിടെ തൃശ്ശൂരിൽ സമരത്തിന് ഇരുത്തിയല്ലോ. CPMന്റെ യാതൊരു ബന്ധമില്ലാന്ന് പറഞ്ഞ കൊടിസുനിക്ക് കിടക്കാൻ രാമപിള്ളയെ പോലുള്ള വക്കീലന്മാരെ കോടതിയിൽ വെച്ച് വാദിപ്പിച്ചല്ലോ. ഈ ക്രിമിനലുകൾക്ക് വേണ്ടി പാർട്ടിയുടെ മെഷീനറി മുഴുവൻ ഉപയോഗിച്ചിട്ട് ആ കേസിൽ ഉൾപ്പെട്ട CPMന്റെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുഞ്ഞന്തൻ അടക്കമുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് എന്തിനാണ് ഈ CPMന് ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന് പറയുന്ന കാര്യം? കുഞ്ഞന്തൻ അതിനകത്ത് ബന്ധമുണ്ടെങ്കിൽ കുഞ്ഞന്തൻ്റെ മുകളിലുള്ള ഒരാൾക്ക് കൂടി ബന്ധം ഉണ്ടാകുമെന്ന് ആർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരം ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള അന്വേഷണത്തിനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ശരി, മനോജിന് ഇതിന് മറുപടി ഉണ്ടാകും. അതിനു മുമ്പ് ശരത്ചന്ദ്ര പ്രസാദിലേക്ക്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഇവിടെ CPM മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് CBI അന്വേഷണം ആവശ്യമാണ്, CBI അന്വേഷണം വേണം എന്ന് പ്രസംഗിച്ച് നടന്ന കാലത്ത് മന്ത്രിയാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്തിരുന്നില്ലല്ലോ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചതായി മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നു. VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും പോലെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഉടൻ പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സാങ്കേതികവും നിയമപരവുമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ നേതാക്കൾക്ക് മനസ്സിലാകാതെയാണോ, ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമാണോ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ബോധ്യമായത്? അല്ല, അതൊരു കാര്യമുണ്ടല്ലോ. സ്വാഭാവികമായും ഒരു മന്ത്രി, വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നതും അല്ലാതെ ഞങ്ങളുള്ള പോലെയുള്ള ആളുകൾ പുറത്തുനിന്ന് പറയുന്നത് തമ്മിൽ എപ്പോഴും വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചതായി ഞങ്ങളാരും നേരിട്ട് ഒരു ദൃശ്യമാധ്യമത്തിലും കണ്ടില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചോദിച്ചതിലും തെറ്റില്ല. മന്ത്രിയായിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി വകുപ്പ് മാറിയിട്ട് വന്നപ്പോൾ രമ സത്യാഗ്രഹ പന്തലിൽ വന്നപ്പോൾ ഇത് CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? അദ്ദേഹം അവിടെ വന്ന് മൈക്ക് വെച്ച് അദ്ദേഹവും പറഞ്ഞല്ലോ. അതൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. രമേശ് ചെന്നിത്തല മന്ത്രി ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായും നിയമജ്ഞരുമായി എല്ലാവരും സംസാരിച്ച്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അന്വേഷണം നടന്ന് പൂർത്തീകരിച്ച് കോടതി ശിക്ഷിച്ച ഒരു കേസിന് പിന്നെന്ത് ഇതിന് ഒരു സാങ്കേതികത്വം ഇല്ല, ഇതിനകത്തൊരു സാങ്ക്സിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദിവസവും ബഹളമല്ലേ? ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ആകെ ഈ രമ സത്യാഗ്രഹം കിടന്നുകൊണ്ടല്ലേ ആ യാത്രയെക്കുറിച്ച് പോലും ജനങ്ങൾ അറിയുന്നത്. അതൊരു പ്രതിരോധ ജാഥയല്ലേ ഇപ്പോൾ പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ജാഥയിലൊക്കെ പിണറായി വിജയൻ എന്നും പറയുന്നത് എന്തിനാ CBI അന്വേഷണം ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം CPM നേതാക്കന്മാർ CBI അന്വേഷണം നടത്തിയാൽ എന്തോ ഭയപ്പെടുന്നു. എന്തിന് ഭയപ്പെടണം? അതുകൊണ്ടാണ് VS അച്യുതാനന്ദൻ ഇന്ന് ലെറ്റർ എഴുതിയത്. VS അച്യുതാനന്ദൻ പറഞ്ഞ് ഇത് CBI അന്വേഷണം തന്നെ വേണം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മന്ത്രിസഭാ യോഗ തീരുമാനമായി പറഞ്ഞത്. എന്താ നമുക്ക് ഗൗരവമായിട്ടൊരു കാര്യം കാണണം. ഈ ഒരു രമയുമായി ബന്ധപ്പെട്ട് TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമേറിയ വിഷയമായതുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം പോലും ഇതിൻ്റെ സാങ്കേതികത്വം പഠിക്കാൻ വേണ്ടി സമയമെടുത്ത് സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്യാനും അതിനുവേണ്ടി ക്യാബിനറ്റ് മാറ്റിവെച്ച് ഇന്നലെ നടത്തേണ്ടിയിരുന്നത് ഇന്നും നടത്തി, പരിശോധനകൾ നടത്തി വിശദമായ. അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ആത്മാർത്ഥത ഇക്കാര്യത്തിൽ സർക്കാരിന് ഉണ്ടായിരുന്നുവെങ്കിൽ KK രമ സത്യാഗ്രഹം നടത്തുന്നതിന് മുമ്പ് തന്നെ CBI അന്വേഷണം തത്വത്തിൽ പ്രഖ്യാപിച്ച് അതിൻ്റെ നിയമപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകാം എന്നൊരു പ്രഖ്യാപനം സർക്കാരിന് നടത്താമായിരുന്നല്ലോ. രമ സത്യാഗ്രഹം നടത്തുന്നത് അവരുടെ പാർട്ടി തീരുമാനപ്രകാരം സത്യാഗ്രഹം നടത്തുന്നത്. അത് ഗവൺമെൻറ് തീരുമാനമായിട്ട് വല്ല ബന്ധമുണ്ട്? ഒരു ബന്ധവുമില്ല. അവർ തീരുമാനമെടുത്തു ഇത് CBI അന്വേഷിക്കും. പ്രസാദ്, അവർ പാർട്ടി തീരുമാനിച്ച് സത്യാഗ്രഹം നടത്തുന്നതിന് മുമ്പ് ഈ കേസിലെ വിധി വന്നതിന് തൊട്ടുപിറകെ ഇതിലെ വലിയ ഗൂഢാലോചനയെക്കുറിച്ച് CBI അന്വേഷണം നടത്തണം, ഇതിലെ വലിയ ഗൂഢാലോചന അന്വേഷിക്കപ്പെട്ടിട്ടില്ല, പ്രോസിക്യൂഷൻ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അവസാനത്തെ വരിയിൽ ഇതിന്റെ വലിയ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് അത് മുഖവിലക്കെടുത്ത് CBI അന്വേഷണം തത്വത്തിൽ അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ സർക്കാർ എന്തിനാണ് മടി കാണിച്ചത്? അതുകൊണ്ടാണല്ലോ ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഇത് പറയുമ്പോൾ രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പറഞ്ഞു നിന്നും ഒരു ചെറിയ മാറ്റം മന്ത്രിയായപ്പോൾ ചില കാര്യത്തിൽ പറഞ്ഞ് ശരിയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് നിയമപരമായ വശങ്ങൾ കൂടി പരിശോധിച്ച് മാത്രമേ, നിയമത്തിൻ്റെ മാർഗത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മറുപടി പറയാൻ പറ്റൂ. പക്ഷേ CBI അന്വേഷിക്കണമെന്നുള്ള കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു മനസ്സിൻ്റെ ആഗ്രഹമാണ്. അതാണ് ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രമ നടത്തിയ സത്യാഗ്രഹത്തിൻ്റെ പന്തലിൻ്റെ മുമ്പിലേക്ക് അവിടെ വന്ന RMP പ്രവർത്തകരൊന്നും അല്ലല്ലോ. RMP പ്രവർത്തകർ എത്ര പേരുണ്ടായിരുന്നു? അവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളാണ് അങ്ങോട്ട് ഒഴുകിയത്. പാർട്ടി നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഒരു വികാരമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ
6 ദിവസവും നമ്മൾ കണ്ടത്, അത് കേരളീയ മനസാക്ഷിയാണ് അവിടെ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായി ഗവൺമെൻറ് നിയമപരമായി അതിനോടൊപ്പം ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് എല്ലാ വശങ്ങളും. ശരി മടങ്ങിയെത്താം പി എം മനോജിലേക്ക്. ശ്രീ പി എം മനോജ്, ഇവിടെ കെ എസ് ഹരിഹരൻ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പ് CBI അന്വേഷണം എന്ന ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. അതൊരു ഉറപ്പായി കാണാതിരിക്കേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രിക്ക് അതൊരു പ്രഖ്യാപനം ആയി മാത്രം നിലനിർത്താൻ സാധിക്കുമോ? നിയമപരവും സാങ്കേതികവുമായ പ്രശ്നങ്ങളുണ്ട് എന്നത് വസ്തുതയല്ലേ? ഒരു കേസിൽ വിചാരണ കഴിഞ്ഞ് കുറച്ചുപേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കുറച്ചുപേർ കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്നു. അതിലൊരു പുനരന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ തുടരന്വേഷണം ആവശ്യമാണെങ്കിൽ അതിനുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കുക എന്നത് സർക്കാരിന് മുന്നിലുള്ള ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാനുള്ള സമയമെടുത്താൽ അതിൽ തെറ്റില്ല എന്നാണ് RMP പറയുന്നത്. അല്ല, അതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ആദ്യം ശ്രീ ഹരിഹരൻ എന്നെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ വയ്യ. അത് മര്യാദയില്ല എന്നതാണ്. ഒരു തോറ്റുപോയ സമരത്തിൻ്റെ മുന്നിലിരിക്കുന്ന അദ്ദേഹത്തിന് അത്രയും ഒരു പറയാനുള്ള അവകാശം ഞാൻ അങ്ങ് അനുവദിക്കുകയാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു വികാരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു. അതിലേക്ക് പോവുകയല്ല. 2, ഈ സാങ്കേതിക പ്രശ്നം അധികമൊന്നും ഇല്ല. കാരണം ഒരു തവണ വിചാരണ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട കേസ്, ആ കേസിലെ ഒരു പ്രതിയെ ഇതേ കേസിൽ ഇനി വിചാരണ ചെയ്യാൻ കഴിയില്ല. രമ എഴുതിയ പരാതിയിൽ പറയുന്നത് KK കൃഷ്ണൻ തെങ്ങിൻപൂക്കുല പോലെ ചിതറിപ്പോകും എന്നൊക്കെ പ്രസംഗിച്ചു വന്നു. ഈ KK കൃഷ്ണൻ ഇനി ഒരു വിചാരണ ചെയ്യാൻ കഴിയും ഒരേ കേസിൽ, നടന്ന കേസിൽ? ഇത് സാങ്കേതികമായും നിയമപരമായും നിലനിൽക്കുന്ന കേസല്ല. ഇത് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ എവിഡൻസ് ആക്റ്റും CRPC ഒക്കെ വലിച്ച് ദൂരെ കളയേണ്ടി വരും. അത് സാധാരണ പറയാം. ഇത് തത്വത്തിലുള്ളതും തത്വമില്ലാത്തതുമായ 2 തീരുമാനങ്ങളുണ്ട് ഒരു ഗവൺമെൻറ്റിന്. കഴിഞ്ഞ 2012 സെപ്റ്റംബർ 5-ന്, അത് കഴിഞ്ഞ് സെപ്റ്റംബർ 5-ന് വേണു, സെപ്റ്റംബർ 7-ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 15-ന് രമേശ് ചെന്നിത്തല, ഇവരൊക്കെ പറഞ്ഞത് CBI അന്വേഷണം ആകാമെന്നായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് രമയെ 5 ദിവസം പട്ടിണിക്കിട്ടത്? ഈ പട്ടിണിക്കിട്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ശരിയാണ്, അവരുടെ ഭർത്താവിനെ കൊന്നു, കൊലപാതകം, അത് വളരെ ഭീകരമായ സംഭവമാണ്. ആ ഭീകരമായ സംഭവത്തിൻ്റെ നഷ്ടത്തിൻ്റെ ആഘാതത്തിൽ കഴിയുന്ന രമയെ എന്തിന് ഒരു പ്രദർശന വസ്തുവാക്കി? എൻ്റെ സ്നേഹിതൻ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത് ഒരുപാട് ആരംഭിക്കാൻ കുറച്ചേ ഉള്ളൂ, കുറേ ജനങ്ങൾ വന്നു എന്നാണ്. ആരൊക്കെയാണ് വന്ന ജനങ്ങൾ? വഴിപോക്കനെ വെട്ടിക്കൊന്ന ആളുകൾ, മറ്റേ പട്ടിയെ വെട്ടി കൊല്ലാൻ പഠിക്കുന്നവർ, ഇങ്ങനെ അതുപോലെ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളാണ് ഇവരൊക്കെ. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ വലിയ ഐക്യമുന്നണി ഉണ്ടാക്കാനാണല്ലോ വന്നത്. ഇതൊക്കെ നമുക്കിപ്പോൾ പറയുമ്പോൾ ഒരുപാട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആളങ്ങ് വിശ്വസിച്ച് പോകും എന്നൊക്കെ ധരിക്കാം. പക്ഷേ ആളുകൾക്ക് വിവേചനമില്ലേ, വിവേചന ബുദ്ധിയില്ലേ? അതിന് മുമ്പിൽ നമുക്ക് എന്താ ഉത്തരം പറയാനുള്ളത്? എന്തിന് രമ നിരാഹാരം കിടന്നു? രമയെ കിടത്തി. ഇപ്പോൾ ഈ തത്വത്തിൽ അംഗീകരിച്ച പണ്ടേ പറഞ്ഞ കാര്യം ഇപ്പോൾ അതും മുഖ്യമന്ത്രി വളരെ ആധികാരികമായിട്ട് മന്ത്രിസഭാ യോഗത്തിന് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞൊന്നുമല്ല, കുത്തി ഞെക്കിപ്പഴിപ്പിച്ച് മാധ്യമപ്രവർത്തകർ വാങ്ങിയ മറുപടിയാണ്. അതായത് നിയമപരമായും സാങ്കേതികമായും നിലനിൽക്കുന്ന ഒരു കേസല്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനേ ഒരു ഗവൺമെൻറ്റിന് കഴിയൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ഊഹം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളോട് നീ അധികം വിളഞ്ഞാൽ കൊന്നുകളയും എന്നൊക്കെ പറയും. അത് അച്ഛനെതിരെ മകൻ ഈ വധഭീഷണി കേസായിട്ട് കൊടുത്ത് അത് CBIക്ക് അന്വേഷണത്തിന് വിടണം എന്നൊക്കെ പറയുന്നത് പോലെ ഹാസ്യമായ ഒന്നാണ് CPIM. ശ്രീ പി എം മനോജ്, താങ്കൾ പറയുന്നത് പോലെ നിയമപരമായും സാങ്കേതികമായും ഈ കേസിന് ഒരുപാട് ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് രാഷ്ട്രീയമായി CPMനെ പ്രതിരോധത്തിലാക്കാൻ ഇടയാക്കിയിട്ടില്ലേ? കേരള രക്ഷായാത്ര, ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന യാത്രയ്ക്ക് രമയുടെ നിരാഹാര സത്യാഗ്രഹത്തിനോടും അതിലുയരുന്ന പ്രശ്നങ്ങളോടും മറുപടി പറയേണ്ട അവസ്ഥ വരുന്നത് യഥാർത്ഥത്തിൽ CPM പ്രതിരോധത്തിലാകുന്നതിൻ്റെ തന്നെ ലക്ഷണമല്ലേ? ആ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം എല്ലാ യാത്ര നടന്നപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ആ യാത്രയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ അതിൻ്റെ കൂടെ ഉള്ള ആളാണ് ഞാൻ. അവിടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സഖാവ് പിണറായി വിജയൻ അവസാനം ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നെക്കൊണ്ടത് പറയിപ്പിച്ചേ മതിയാവൂ അല്ലേ എന്ന് പറഞ്ഞാണ് രമയുടെ ചീറ്റിപ്പോയ സമരത്തെക്കുറിച്ച് പറഞ്ഞത്.
പ്രസംഗത്തിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇങ്ങനെ നിരന്ന് നിന്ന് വെടിവെക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ പ്രതിരോധം നടത്താൻ CPI വേണ്ടി, അത് CPM-നെ പ്രതിരോധത്തിലാക്കാനല്ല. നിങ്ങൾ പറയുന്നത്, പണ്ട് ഞാൻ സാധാരണ പറയാറുള്ളത് 57 ഗവൺമെൻറ്റിനെ തകർക്കാൻ മാധ്യമങ്ങൾ ആകെ ശ്രമിച്ചപ്പോൾ EMS-നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഈ ഇത്രയും വലിയ സമരം നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ EMS-ൻ്റെ മറുപടി നുണ പറഞ്ഞിട്ട് എന്നായിരുന്നു. അന്ന് കേരളത്തിലുള്ള ആകെയുള്ള പത്രങ്ങളിൽ 2-3 ഒഴികെ ബാക്കി എല്ലാ പത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ എഴുതിയ പത്രങ്ങളായിരുന്നു. ആ നിലയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന കാര്യം അത് ശരിയാണെന്നും അതിൻ്റെ യാഥാർത്ഥ്യം ഇന്നതാണെന്നും തിരിച്ചറിയാനുള്ള ബോധമൊക്കെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധത്തിലാക്കി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ പ്രതിരോധത്തിലാവില്ല. അതാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചെയ്യാം. ഇപ്പോൾ വന്നിട്ട് പിണറായി വിജയനെ CBI നിയമപരമായി കേസെടുത്താൽ പ്രതിരോധത്തിലായി എന്ന് പറയാം. ഇത് പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് തോന്നുന്ന എല്ലാ ഈ വിഭ്രമാത്മകമായ ചിന്തകളെയും നിയമത്തിന് സാധൂകരിക്കാൻ കഴിയുമോ? നിയമത്തിനെ അതിനനുസരിച്ച് നീങ്ങാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഞെക്കിപ്പഴിപ്പിച്ച തത്വം വന്നത്. അല്ലാതെ ഒരു തരത്തിലും അങ്ങനെയാണ് മാറാട് കേസ് പണ്ടേ CBI അന്വേഷിക്കേണ്ടതല്ലേ? 9 ആളുകളെ കൊന്ന കൂട്ടക്കൊല നടത്തിയ കേസല്ലേ? എന്തുകൊണ്ടത് അന്വേഷിക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് നമ്മൾ ലോകത്താകെ നടന്നൊരു കൊലപാതകം ഇതാണ് എന്ന് പറയുകയും ഇതിൻ്റെ പിന്നിൽ CPM ആണെന്ന് ആവർത്തിച്ച് പറയുകയും ഓരോ കാര്യം പറയുമ്പോൾ അത് പൊളിച്ചതിന് ശേഷം പുതിയതുമായി വരികയും ഇതിപ്പോൾ ഈ കേസ് എടുത്തു വന്നിരിക്കട്ടെ, എടുത്ത് 4 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് ഈ കേസിൻ്റെ വിധിയും വന്നു. അത് കഴിഞ്ഞ് അപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ച ആൾ വന്നില്ല എന്ന് കണ്ട പുതിയ ഇതിപ്പോൾ എടച്ചേരിയാണ്, ഇനിയിപ്പോൾ അപ്പുറം ചോമ്പാല വന്നു, ഇനി അത് കഴിഞ്ഞ് മാഹിയിലോ ന്യൂ മാഹിയിലോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് പുതിയൊരു FIR രജിസ്റ്റർ. ഇതെന്തൊരു പരിഹാസമാണ്. ശ്രീ P. മനോജ് മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ KS ഹരിഹരൻ, ഇവിടെ മനോജ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത് കേസ് നിയമപരമായും സാങ്കേതികമായും നിലനിൽക്കുന്ന ഒന്നല്ല എന്ന വാദം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. സർക്കാരും അത് അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞത് തത്വത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യത്തെ അംഗീകരിക്കുന്നു. പക്ഷേ അത് ഏത് സമയത്ത് പ്രഖ്യാപിക്കും എന്ന് ഇപ്പോൾ പറയാനാവില്ല. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അന്വേഷണം ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൂടി ലഭ്യമായതിനു ശേഷമായിരിക്കും സർക്കാർ ഒരുപക്ഷെ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതിലപ്പുറത്ത് അന്വേഷണം എന്ന ആവശ്യത്തിനപ്പുറത്ത് ഒരു രാഷ്ട്രീയമായ മേൽക്കൈ RMP ഈ സമരത്തിലൂടെ നേടിയിട്ടുണ്ടോ? UDF-ന് ആ മേൽക്കൈയിൽ ഒരു പങ്കാളിത്തം ലഭിക്കുമോ? ഈ കേസ് നിയമപരമായും സാങ്കേതികമായി നിലനിൽക്കില്ല എന്ന് നിങ്ങളുടെ ഒരു ഊഹമാണ്. അങ്ങനെ നിലനിൽക്കാത്തൊരു കാര്യം കേരളത്തിലെ മന്ത്രിസഭ ചർച്ച ചെയ്യുകയും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്ത് കരുതാനുള്ള വിവരക്കേടൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. ഈ കേസ് അങ്ങനെയുള്ളൊരു കേസല്ല എന്നും ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ പറയുന്നത് വിചാരണ ചെയ്ത് കഴിഞ്ഞ കേസിനെ കുറിച്ചാണ്, ഞങ്ങൾ പറയുന്നത് വിചാരണ തുടങ്ങാത്തൊരു കേസിനെ കുറിച്ചാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിയമപരമായി സാങ്കേതികം നിലനിൽക്കാത്തൊരു കേസിനെ കുറിച്ചാണ് നമ്മളെന്തിനാ ഈ ചർച്ച ചെയ്യേണ്ട കാര്യം? PM മനോജ് ഇത്ര ഉദ്ഘാടനപ്പെടേണ്ട കാര്യം? ചീറ്റിപ്പോയൊരു സമരമാണെങ്കിൽ എന്തിനാണ് പിണറായി വിജയനെ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യം? ഇപ്പോൾ പിണറായി വിജയൻ്റെ ജാഥയിൽ മുഴുവൻ പ്രസംഗം രമയ്ക്കെതിരല്ലേ? മറ്റേ വികസിത കേരളവും മറ്റു കേരളമൊക്കെ വിട്ടുപോയില്ലേ? ജാഥയുടെ മുദ്രാക്യം തന്നെ മാറിപ്പോയില്ലേ? പിണറായി വിജയൻ പോലെ ആ മുദ്രാക്യം മറന്നുപോയി. ദേശാഭിമാനി ഇന്നും എഡിറ്റോറിയലാണ് ഈ സമരത്തെക്കുറിച്ച്. എന്തിനാണ് ഇത്ര ചീറ്റിപ്പോയൊരു സമരത്തെക്കുറിച്ച് ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാ? അപ്പോൾ ഇതല്ല, ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ഒരു പൊതു മനോഭാവം കേരളത്തിൽ വളർന്നു വരികയാണ്. ആ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ഒരു വലിയ ജനകീയ പിൻബലമുള്ള പ്രസ്ഥാനം വളർന്നു വരികയാണ്. കൊലപാതക രാഷ്ട്രീയം നടത്തി പഴയ പോലെ പിണറായി വിജയൻ സംഘത്തിനും കേരളത്തിൽ നീങ്ങിപ്പോകാൻ കഴിയാത്ത രീതിയിൽ രാഷ്ട്രീയ അവസ്ഥ വരികയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ കൊലപാതകം ഇല്ലല്ലോ. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് കണ്ണൂർ ജില്ലയിൽ ആകെ കൊലപാതകങ്ങളിൽ 2 പേരാണ് രാഷ്ട്രീയ കൊലപാതകത്തിൽ മരിച്ചത്. ഒന്ന് DYFIക്കാർ തമ്മിൽ ഏറ്റുമുട്ടി കൊളച്ചേരിയിൽ ഒരു ചെറുപ്പക്കാർ മരിച്ചു. 2 പയ്യന്നൂരിൽ ഒരു RS-കാരനെ CPM-കാർ കൊന്നു. കണ്ണൂരിലെ ക്രിമിനൽ ഫാക്ടറി പൂട്ടിക്കെടുക്കുകയാണല്ലോ. കുഞ്ഞനന്തം ജയിലിൽ പോയതോടെ തീർന്നല്ലോ സംഭവം. അപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയൊക്കെ വളർന്നു വരുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റത്തെ PM മനോജും പിണറായി വിജയനും ഒക്കെ പേടിക്കുന്നുണ്ട്. കാരണം ഇവർ ഇത്രയും കാലം നിന്നു പോകുന്നത് ഈ ഒരൊറ്റ സംഭവത്തിൻ്റെ മുകളിലാണ്. ആളെ കൊല്ലിക്കുക, എതിരാളികളെ കൊല്ലിക്കുക, അങ്ങനെ പാർട്ടിക്കകത്ത് തന്നെ വിമർശനം ഉന്നയിക്കുന്നവരെ സ്വകാര്യമായിട്ട് മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിക്കുക. ആ ഏർപ്പാട് അവസാനിച്ചിരിക്കുന്നു. ആ ഏർപ്പാട് ആത്യന്തികമായിട്ട് അവസാനിക്കണമെന്ന് ഞാൻ കരുതുന്നത്. അതിന് പറ്റുന്ന രീതിയിൽ ഏത് അന്വേഷണമായാലും ആവശ്യമാണ്. ആ അന്വേഷണത്തിലേക്ക് ഗവൺമെൻറ് പോകേണ്ടതുണ്ട്. ആ നിലയ്ക്കാണ് ഞങ്ങളിതിനെ ഈ സമരത്തിലേക്ക് വന്നത്. പിന്നെ ഇപ്പോൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുമ്പോൾ യാതൊരു ദയം കാണിക്കാത്ത ആൾക്കാർ രമ പട്ടിണി കിടന്നതിനെക്കുറിച്ച് സങ്കടപ്പെടുന്ന അത്ഭുതകരമാണ്. രമ പട്ടിണി കിടന്നല്ലോ എന്നാണ്. രമയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നല്ല. നിങ്ങളുടെ കുഞ്ഞന്തരം കിർമാണിയും TK രജീഷും ആളുകളൊക്കെ വന്നിട്ട് ചന്ദ്രശേഖരനെ കൊന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയുമില്ല. രമ പട്ടിണി കിടക്കുന്നതിനെക്കുറിച്ചാണ് പരാതി. അമ്മാതിരി മുതലക്കണ്ണീരൊക്കെ മാറ്റി വെച്ചേക്കുക. രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കണ്ടുകൊണ്ട് നിലപാടെടുക്കുകയാണ് നല്ലത്. ഇത് പൊളിഞ്ഞു വന്നൊരു കേസാണ്. നിങ്ങളെന്തിനാണ് വേവലാതിപ്പെടുന്നത്? ഞങ്ങൾക്കില്ലാത്ത വേവലാതി നിങ്ങൾക്ക് എന്തിനാ? ശ്രീ KS ഹരിഹരൻ, ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചാണെങ്കിൽ
യഥാസമയം തീരുമാനമെടുക്കും എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പൊരു തീരുമാനമുണ്ടാകാൻ സാധ്യത, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. CBI അന്വേഷണം ഒരുപക്ഷെ കുറച്ച് നീണ്ടുപോയേക്കാം. അതേക്കുറിച്ച് എന്തെങ്കിലും ആശങ്ക RMP നേതൃത്വത്തിനുണ്ടോ? ഇത് നീണ്ടുപോയേക്കാൻ നിങ്ങളുടെ ഒരു കണക്കൂട്ടല്ലേ, ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല, ഞങ്ങൾ അഭിപ്രായമില്ല. നീണ്ടുപോയേക്കാന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഊഹം വെച്ചിട്ടല്ലേ, അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കില്ല. UDF സർക്കാരിൻ്റെ ഉറപ്പിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു RMP. അതനുസരിച്ച് സമയബന്ധിതമായി തന്നെ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. UDF സർക്കാരിൻ്റെ അല്ല, കേരള മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ. അതനുസരിച്ച് സമയബന്ധിതമായിട്ട് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ലെങ്കിൽ അപ്പോഴും ഞങ്ങൾക്ക് സമരത്തിന് വരാനുള്ള അവസരമുണ്ട്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ബാക്കിയുണ്ട്, ഞങ്ങളുടെ അണികളും ബാക്കിയുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വേവലാതിയും മടിയുമില്ല. റൈറ്റ്. ശരത്ചന്ദ്ര പ്രസാദിലേക്ക്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഇവിടെ RMP പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഉറപ്പ്, അതിനെ അവർ വിശ്വസിക്കുന്നു, മാനിക്കുന്നു. അതനുസരിച്ച് സമയബന്ധിതമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സർക്കാരിന് അത്തരമൊരു ഉറപ്പ് നൽകാൻ സാധിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരാനിരിക്കെ അത്തരമൊരു നടപടിക്രമത്തിലേക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ സർക്കാരിന് കഴിയും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാണല്ലോ മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം UDFൻ്റെ പ്രതിനിധികൾ സമരം ചെയ്യുന്നവരെ പോയി കണ്ടത് മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഭരണതലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളോടാണ് സംസാരിച്ചത്. ഇവിടെ മനോജ് പറഞ്ഞത് മുഖ്യമന്ത്രി എങ്ങനെ എന്താണ് പിച്ചി ചീന്തി പിഴിഞ്ഞ് ആണ് അവരെ കൊണ്ട് പറയിപ്പിച്ചതെന്നാണ്. ശരിയാണ്, ഉമ്മൻചാണ്ടി പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ആയുർവേദ കോളേജിലോട്ടാണ് പോയത് ട്രീറ്റ്മെൻറ്റിന്, അവരൊക്കെ പിക്കിപ്പിഴിഞ്ഞുകൊണ്ട്. എന്താ പറയുന്നത്, ഈ മനോജ് അടക്കമുള്ള ആൾ പറയുന്ന വരികൾക്കിടയിൽ വായിച്ചാൽ ഞങ്ങൾ കൊലവിളി നടത്തിയിരുന്നു, കൊല ചെയ്തത് ഞങ്ങൾ തന്നെയാണ്, ഇനി സാങ്കേതികമായി അന്വേഷിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ ഒന്നും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇതിനെക്കുറിച്ച് CBI അന്വേഷിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരുടെ ബന്ധങ്ങൾ വെളിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, ഇത് നിയമപരമായി നിൽക്കിയില്ല. നിയമപരമായി നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമയമെടുക്കുന്നത്. ഞങ്ങൾ വെറുതെ ഒരു CBI അന്വേഷണം നടത്തിയാൽ അത് സ്വാഭാവികമായും CPMന് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാനൊക്കെ അവസരമുണ്ടാകും. അങ്ങനെ ചലഞ്ച് ചെയ്യപ്പെടരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ കേസിൽ ഗൂഢാലോചന നടത്തിയവരുടെ പുറത്തു കൊണ്ടുവരണം. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തിയെന്നുള്ളത്. അത് നിയമത്തിൻ്റെ മാർഗ്ഗത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അല്ലാതെ മനോജ് പറയുന്നു അച്ഛൻ മകനോട് നിന്നെ കൊന്നുകളിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ചന്ദ്രശേഖരനെ കൊന്നുകളിയെന്ന് പറഞ്ഞു കഴിഞ്ഞുവെന്നാണ് മനോജ് സമ്മതിക്കുന്നത്. അതിലൂടെ ഇത് CPM എന്താ ചെയ്തേ? നവോവിചാർ മഞ്ചില് ആളുകളെ, മാർക്സിസ്റ്റുകാരെ, DYFIക്കാരെ കൊന്ന ആളുകളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിട്ട് പറഞ്ഞത് നമ്മുടെ രക്തസാക്ഷികൾക്ക് നമ്മൾ കൊടുത്ത അംഗീകാരമാണ് അവരെ കൊന്നവരെ പാർട്ടിയിലെടുത്തത്. അതുപോലെ ചന്ദ്രശേഖരനെ കൊന്ന ആളുകൾ ഞങ്ങൾക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് വേണ്ടി സമരം നടത്തി അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് പരസ്യമായി കൊടുത്തിട്ട് അവർ വീണ്ടും പറയും ഞങ്ങൾ ചന്ദ്രശേഖരന്റെ ആത്മാവിന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ്, മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് അച്യുതാനന്ദനെതിരെ ശക്തമായി പ്രതികരിച്ചത്. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഇവിടെ സർക്കാർ ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടിയുള്ളൊരു സമീപനം സ്വീകരിക്കുമോ എന്ന സംശയം ഉയരുന്നതിന് പ്രധാന കാരണം കോൺഗ്രസിൽ നിന്ന് തന്നെ ഈ കേസ് ഒത്തുതീർക്കാൻ ശ്രമമുണ്ടായി എന്ന ആരോപണം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. CBI അന്വേഷണം നടത്തണം, വമ്പൻ സ്രാവുകളെ ഉൾപ്പെടുത്താൻ പാകത്തിലുള്ള അന്വേഷണം വേണം എന്ന ആവശ്യം പലവരും ആവർത്തിച്ചത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് ആത്മാർത്ഥതയോടെ തന്നെയാണോ എന്ന സംശയം ഉയരുന്നത്. ആർക്കാ സംശയം? കേരളത്തിലെ ജനങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം വന്നു. വമ്പൻ സ്രാവുകൾ എന്നുള്ളതല്ല, ഇതിൽ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ പ്രതികൾ, അത് വമ്പനാണെങ്കിലും ചെറുതാണെങ്കിലും ഇത് പുറത്തു വരണം. ഗൂഢാലോചന എവിടെ നിന്ന് തുടങ്ങി, എവിടെ ചെന്ന് നിന്നു? കോടതി പോലും പറഞ്ഞില്ലേ ഈ ചന്ദ്രശേഖരനെ കൊന്ന ആളുകൾ വെറും ആയുധങ്ങൾ മാത്രമായിരുന്നു, ഇവരെ പ്രയോജനപ്പെടുത്തിയത്, ഇവർക്ക് ചന്ദ്രശേഖരനോട് ഒരു വിരോധവുമില്ല, ഇവരാരാണോ ഉപയോഗപ്പെടുത്തിയത് അത് കണ്ടെത്തണം. ഇത് ആ കണ്ടെത്തലിന് വേണ്ടേ ഇപ്പം ഇങ്ങനെ ഇത് അന്വേഷണം നടന്നു എന്ന് പറയുന്ന ആളുകൾ പാം ഓയിലിൻ്റെ പിറകെ പോകുന്നില്ലേ? ഏതെല്ലാം കേസിൻ്റെ പിറകിൽ ഇവർ കേസുമായി പോയി വിധി പറഞ്ഞ കേസുകൾ എന്താ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വർഗീസ് കൊലക്കേസ് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് തെളിവുകൾ, പുതിയ തെളിവുകൾ, ഇവിടെ ഹരിഹരൻ പറഞ്ഞതുപോലെ പുതിയ തെളിവുകൾ ഉണ്ടായപ്പോൾ, പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് റീഓപ്പൺ ചെയ്ത് കോടതി അത് വിചാരണ നടത്തിയില്ലേ?
പഴയ പല കേസുകളും പഴക്കം ചെന്ന കേസുകൾ വരെ അന്വേഷിച്ച് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുമുണ്ട്. ചില കേസുകളിൽ വിചാരണ പൂർത്തിയാക്കിയാൽ പോലും പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ, പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണത്തിന് വിധേയമാക്കാൻ നിയമപരമായി തടസ്സങ്ങളില്ല. കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മതി. അന്വേഷണ ഏജൻസി അന്വേഷിച്ച് അതിന് പാകത്തിലുള്ള തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രം മതി. ആ നിലയ്ക്ക് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വഴി ഗൂഢാലോചനയിൽ പങ്കാളികളായവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷ UDF സർക്കാരും RMPയും പുലർത്തുന്നു. നിയമപരമായ അത്തരം വഴികളിലൊന്നും ആർക്കും തർക്കമില്ല രാജീവ്. അതിൽ ഈ ശരത്ചന്ദ്ര പ്രസാദ് ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അതിന് മുമ്പ് ഹരിഹരൻ പറഞ്ഞതും ഒരു കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ വിശാല മുന്നണി, അതിലൊരാളെ വിട്ടുപോയി. ശരത്ചന്ദ്ര പ്രസാദിൻ്റെ നേതാവ് K. സുധാകരനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ DHRM, SDPI, അതുപോലെ ബജറംഗ് ദൾ തുടങ്ങിയ ആളുകളൊക്കെ ഉള്ള ഒരു കൊലപാതക രാഷ്ട്രീയ വിരുദ്ധ മുന്നണി രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ഈ സമരത്തിൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ സന്തോഷം. രണ്ടാമത്തത്, ഇതിനൊരു നിയമമില്ലേ? നിയമത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പുതിയ കേസ് നിലനിൽക്കുന്നതല്ല. ഈ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ട് നിയമത്തിൻ്റെ വഴി പോകുന്നില്ല എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പുതിയ തെളിവുണ്ടോ? ഉണ്ട്. കോടതിയിൽ കൊണ്ടുകൊടുക്കട്ടെ, ആ കോടതി നിശ്ചയിക്കട്ടെ ഇതിന് തുടരന്വേഷണം വേണമെന്ന്. അതാണല്ലോ നിയമത്തിൻ്റെ രീതി, അതാണല്ലോ നിർബന്ധമായും പാലിക്കേണ്ട നിയമപരമായ രീതി. അതിനു പകരം ഈ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തരിക, അത് തത്വത്തിലാവുക, അത് വെച്ചിട്ട് സമരം നടത്തുക, എന്നിട്ട് സമരം പിൻവലിക്കുക. ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളാണോ വേണ്ടത്? മറിച്ച് ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പുതിയ വിശ്വാസയോഗ്യമായ തെളിവുകൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടെങ്കിൽ, തങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നേരെ കോടതിയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് ഉത്തരവ് വാങ്ങി തുടരന്വേഷണം അതേ നടക്കൂ. അതുതന്നെയാണ് RMPയും ആവശ്യപ്പെടുന്നത്. ദയവായി ക്ഷമിക്കുക, ഇടപെടുന്നുണ്ട്. അത് തന്നെയാണ് RMPയും പറയുന്നത്. ഈ കേസിൽ രാജീവ് ഒരു കാര്യമുണ്ട്. രാജീവ് ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം ക്ലാരിഫിക്കേഷൻ വേണ്ടതുണ്ട്. കാരണം ആദ്യം പറഞ്ഞത് 2 ആഴ്ച കൊണ്ട് CBI അന്വേഷണം, 2 ആഴ്ചത്തേക്ക് സാവകാശം. ഇപ്പോൾ പറയുന്നത് കുറച്ചും കൂടി സാവകാശം. ശരി, സമയം എത്രയോ ആവട്ടെ. പക്ഷേ ഇപ്പോൾ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് ഇന്ന് പോലീസിൻ്റെ ആ ചുമതലയുള്ള SP-യുടെ പ്രസ്താവനയൊക്കെ കണ്ടു, മാധ്യമങ്ങൾ പോയി കണ്ടപ്പോൾ. അപ്പോൾ ഈ SP-യും സംഘവും അന്വേഷിച്ച് കണ്ടെത്തുന്നത് CBI അന്വേഷണത്തിന് വേണ്ട വിവരങ്ങളാണ് എന്ന് ഈ മുഖ്യമന്ത്രിയും ഈ ഹരിഹരനും എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അവിടെയാണ് നിയമത്തിൻ്റെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ കേസ് അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. രമ ഒരു പരാതി കൊടുത്തിട്ടല്ലേ ഉള്ളൂ. ശരി, ഈ പരാതി അനുസരിച്ച് പല നാടകങ്ങളും കളിക്കും. ആ നാടകങ്ങൾ നടക്കട്ടെ. അങ്ങനെ നാടകങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ടെത്തുന്നത് ഈ CBI അന്വേഷണത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാകും എന്ന് എങ്ങനെ സർക്കാരും എൻ്റെ സ്നേഹിതന്മാരും ഉറപ്പ് തരുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയാൽ അതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ മനോജ്, ഒരു കാര്യം കൂടി ഇവിടെ CPM ആവർത്തിച്ച് പറയുന്നത് TP ചന്ദ്രശേഖരൻ വധത്തിന് പിന്നിൽ CPM-ന് പങ്കില്ല. CPM-ന്റെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ പോലും അതിൽ ഉൾപ്പെടുത്തപ്പെട്ടവരാണ് എന്നാണ് CPM നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ പുതിയൊരു അന്വേഷണം വരുന്നതിനെ, ആ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമ നടപടികൾ ആരംഭിക്കുന്നതിനെ ഇത്ര ശക്തമായി എതിർക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ? തീർച്ചയായും രാജീവ്, അത് തന്നെയാണ് പറഞ്ഞത്. അന്വേഷണം നിയമപരമായി വരുന്നതിന് ആരും എതിർക്കുന്നില്ല. പക്ഷേ നിയമവിരുദ്ധമായ രീതിയിൽ, ഞാൻ പറയട്ടെ, നിയമവിരുദ്ധമായ രീതിയിൽ നമ്മൾ തമ്മിൽ പറയേണ്ടതല്ലെങ്കിൽ പോലും ആ മോഹനൻ മാസ്റ്റർ, അദ്ദേഹം ആരോ ആവട്ടെ, അദ്ദേഹം ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ ഭാര്യ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന വിവാദം എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ മോഹനൻ മാഷ് പ്രതിയല്ലാന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ നിരന്തരം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ആ സമയത്ത് ഞങ്ങളാണ് ശരിയെന്ന് പറയുക, പിന്നീട് അത് തെറ്റാണെന്ന് തെളിയുമ്പോൾ മിണ്ടാതിരിക്കുക. ഇതാണ് നമ്മുടെ ഒക്കെ സ്വഭാവം. ശരി, ദയവായി ക്ഷമിക്കുക, തിരിച്ചു വരാം. K. ഹരിഹരനിലേക്ക്. ശ്രീ K. ഹരിഹരൻ, ഇവിടെ PM മനോജ് ചൂണ്ടിക്കാണിക്കുന്നത് പോലൊരു മുൻവിധി ഇക്കാര്യത്തിലുണ്ടോ? ഇത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ അന്വേഷണ സംഘം CBI അന്വേഷണത്തിന് പാകത്തിലുള്ള വസ്തുതകൾ കണ്ടെത്തും എന്ന അഭ്യൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം തത്വത്തിൽ പ്രഖ്യാപിക്കുന്നു എന്ന ആരോപണമാണ് PM മനോജ് ഉന്നയിക്കുന്നത്. അതൊക്കെ വെറും അസംബന്ധമാണ്. മനോജ് ഈ പിണറായി വിജയൻ്റെയും PJ രാജൻ്റെയും കൂടെ കൂടിയിട്ട് ഉള്ള ബുദ്ധി പോയിരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞങ്ങൾ കോടതി പോകാത്തതെന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ദാരുണമായ സംഭവമായിരുന്നല്ലോ മുത്തങ്ങയിലെ വെടിവെപ്പ്. മുത്തങ്ങയിലെ വെടിവെപ്പ് കേസ് CBI ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് CPIM കോടതി പോവുകയാണ് ചെയ്തത്. CPM എന്താ ചെയ്തത്? CPM ശ്രീമതി ടീച്ചറും തോമസ് ഐസക്കൊക്കെ സെക്രട്ടറിയുടെ മുമ്പിൽ ഒരാഴ്ച നിരാഹാരം കിടന്നു. അങ്ങനെ നിരാഹാരം കിടക്കണ്ടല്ലോ, നേരെ കോടതിയിൽ പോയായിരുന്നു. മാറാട് കേസ് ആദ്യം CBIക്ക് കൊടുക്കാവുന്നതിന് എല്ലാ പാർട്ടികളും അനുകൂലിച്ചപ്പോഴും CPM എതിരായിരുന്നു, ബാക്കി എല്ലാവർക്കും അനുകൂലമായിരുന്നു. അങ്ങനെ അനുകൂലിച്ച മറ്റു പാർട്ടികളെ വെട്ടിയിട്ട് CBI ഇത് അന്വേഷിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ CPIM കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്ത് തോമസ് വി ജോസഫിൻ്റെ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു കടലാസ് കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ്. ഇതിലെ ഒരു കഷ്ണം നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അയക്കുകയാണ്. അത് തള്ളി.
തള്ളിക്കഴിഞ്ഞപ്പോൾ CPM-ന്റെ ധർണ കോഴിക്കോട്ട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ എന്ത് പണ്ട് ഒരു കാരണവശാലും മാറാട് കേസ് അന്വേഷിക്കരുതെന്ന് പറഞ്ഞ അതേ പാർട്ടി മാറാട് കേസ് CBI അന്വേഷിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു ധർണ ഇപ്പോഴ് ഷുക്കൂറും ചന്ദ്രശേഖരനും കൊല്ലപ്പെട്ടതിന് ശേഷം. അപ്പോൾ ഒരേ കേസിൽ രണ്ട് കാലത്ത് രണ്ട് നിലപാടാണ് CPM-ന്. മുത്തങ്ങല കേസിൽ കോടതി പോകാതെ നിരാഹാരം കിടന്ന് പരിഹരിക്കാനുള്ള സമീപനമാണ്. CPM അങ്ങനെ പല നിലപാടെടുക്കും. കാരണം CPM-ന് അന്നന്നത്തെ നിലപാടിനനുസരിച്ച് അന്നന്നത്തെ ആവശ്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറി വരും, അവരുടെ സമീപനങ്ങൾ മാറി വരും, അവർ പല നുണയും പറയും, പലതും പ്രചരിപ്പിക്കും. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വേവലാതിയുമില്ല. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ CPM-ന്റെ ചീട്ട് ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം ശ്രീ PM മനോജ് താങ്കൾക്ക് മറുപടി പറയാം. ഈ അസംബന്ധം, നുണ, വിവരക്കേട് എന്തൊക്കെ പറയാൻ എളുപ്പമാണ്. അതുപോലെ പിന്നെ ആളുകളുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുക, അവരുടെ കൂടെ പോയി അങ്ങനെയൊന്നും ഞാൻ ആക്ഷേപിക്കാനില്ല, അങ്ങനെ ആക്ഷേപിക്കുന്നേ ഇല്ല. എൻ്റെ ചോദ്യം ഒറ്റ ഒന്നാണ്. ആ ചോദ്യം എങ്ങനെ CBI അന്വേഷണത്തിന് ഇപ്പോൾ തത്വത്തിൽ ഉറപ്പ് നൽകാൻ കഴിയും? ഒരു അന്വേഷണം തുടങ്ങിയിരിക്കെ ആ അന്വേഷണത്തിൻ്റെ ഫലം എന്താണെന്ന് നിങ്ങളെങ്ങനെ ആദ്യം ഈ ഇത്രയും മുമ്പേ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കണക്കൂട്ടി? ആ ചോദ്യത്തിന് ഉത്തരം മാത്രം മതി എനിക്ക്. അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ നുണ, വിവരക്കേട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ ആളുകളെ ആക്ഷേപിക്കുന്ന ഏർപ്പാടങ്ങ് അവസാനിക്കുമല്ലോ. ഒറ്റ കാര്യം ഇത് മാത്രം പറഞ്ഞാൽ മതി. റൈറ്റ്. അവസാനമായി ശ്രീ ശരത്ചന്ദ്ര പ്രസാദിന് ഈ ചർച്ചയിൽ എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടോ? ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ മനോജ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, എന്തുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോകുന്നില്ല? ഇത് മനോജിൻ്റെ പാർട്ടിക്ക് കോടതിയോടുള്ള വിശ്വാസം കൊണ്ടല്ല അത് ചോദിച്ചത്. ഇപ്പോൾ പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ 4 ജഡ്ജിമാർ ഇട്ടിട്ടോടി. അവർക്കറിയാം ഈ കൊലക്കേസ് സാക്ഷികളെ 50 പേരെ മാറ്റാൻ പറ്റിയ ആളുകളാണ് 4 ജഡ്ജിമാരെ ഓടിച്ചത്. ഈ കേസ് കോടതിയിൽ വന്നാൽ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരൊറ്റ ജഡ്ജിമാർ കേസെടുക്കില്ലെന്ന് അവർക്കറിയാം. എല്ലാം ഇട്ടിട്ടോടും. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിന് അറിയാം, ജനങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ ഉന്നതമായ ഗൂഢാലോചനയുണ്ട്. ഒരുപക്ഷെ AKG സെൻറ്റർ മുതൽ വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്കൾ പറയുന്നത് പോലെയുള്ള ഉന്നതർ ഈ കേസിലുണ്ടെങ്കിൽ താങ്കളുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന CBI അന്വേഷണത്തിൽ അത് പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശരത്ചന്ദ്ര പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം PM മനോജ്, KS ഹരിഹരൻ നന്ദി അറിയിക്കുന്നു ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.